പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനദീപ്തി ശുശ്രൂഷയിലൂടെ നാം ധ്യാനിക്കാനെടുക്കുന്ന വിഷയം നാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. നാവ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വചനഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക. വചനം കേൾക്കാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, വചനം കേൾക്കാൻ ഞങ്ങളെ ഒരുക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് ദാനമായി തന്ന നാവിനെ ഓർത്ത്, സംസാരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, മണിക്കൂറിൽ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തെ, സ്വഭാവത്തെയും ഞങ്ങളുടെ സംസാരത്തെയൊക്കെ കുറേം കൂടിയും നൈർമല്യമുള്ളതാക്കാൻ കൃപയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ വചനം കേൾക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും അമ്മയുടെ മധ്യസ്ഥത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്. 28-ാം അധ്യായം 17-ാമത്തെ വാക്യം. ആ വാക്ക് ഇങ്ങനെയാണ്: ചാട്ടുകൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാകും, നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ പോലും തകരും. അപ്പം നാവുകൊണ്ട് പലരെയും വീഴ്ത്താം. നമുക്ക് നാവുകൊണ്ട് പറയാം നമുക്ക് പലതും. പക്ഷേ എൻ്റെ നാവ് കൊണ്ട് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്, എന്താണ് പറയേണ്ടത് എന്ന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തകൻ ദാവീദ് രാജാവ് പറയുന്ന വാക്കുണ്ട് 35-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യം. കർത്താവേ, രാവും പകലും അങ്ങയുടെ നീതിയെയും സ്തുതിയെയും കുറിച്ച് എൻ്റെ നാവ് ആഘോഷിക്കും. അവിടുത്തെ നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും സ്തുതിയെക്കുറിച്ചും രാവും പകലും എൻ്റെ നാവ് പ്രഘോഷിക്കും, ആഘോഷിക്കും എന്ന വാക്കാണ് ബൈബിൾ എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ നാവ് കൊണ്ട് എന്താണ് പ്രഘോഷിക്കേണ്ടത്, എന്താണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ദാവീദ് രാജാവ് വിവരിക്കുകയാണ്. അവിടുത്തെ നീതിയെക്കുറിച്ചും അവിടുത്തെക്കുറിച്ചുള്ള സ്തുതിയെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, ഒരു ആരോഗ്യ സംഘടനയുടെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്: 4.5 കോടി ജനത്തിന് സംസാരിക്കാൻ കഴിവില്ലെന്ന് പറയുന്നു. 4.5 കോടി ജനത്തിന്. അപ്പോൾ എന്നെ അതിശയപ്പെടുത്തിയ ഒരു നമ്പറാണ്. 4.5 കോടി ജനത്തിന് പോലും സംസാരിക്കാൻ കഴിവില്ല. നമുക്ക് ഈ കഴിവുണ്ടല്ലോ. ആ പുസ്തകത്തിൽ തന്നെ മറ്റൊരു നമ്പർ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: ലോകത്തിൽ ഓരോ വൈകല്യങ്ങളടങ്ങിയ ആൾക്കാരുടെ ഒരു കാറ്റഗറി, ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ, ഓരോ കാറ്റഗറിയിൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടല് 150 കോടിയിലധികം ജനം ലോകത്തിൽ വൈകല്യത്തിലാണ്. അപ്പോൾ അത് വളരെ ഭീതിയുള്ള ഒരു നമ്പറാണ്. ഞാൻ വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ചങ്കത്ത് കൈവച്ച് പോകും. കാരണം 4.5 കോടി ജനത്തിന് പോലും സംസാരിക്കാൻ കഴിവില്ല. 150 കോടിയിലധികം ജനം ലോകത്തിൽ തന്നെ വൈകല്യത്തിലാണ്. അതിനപ്പുറത്ത് ഇനി സംഘടന കണക്കിൽപ്പെടാത്തതുണ്ടാകാം. അപ്പം അത്രമാത്രം ഒരു ഭീകരമായിട്ട് വൈകല്യങ്ങളുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് പോലും എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരുപാട് കഴിവുകൾ, ശക്തികൾ, അല്ലേ, ദൈവം കൃപകളൊക്കെ നമുക്ക് തന്നു. നമുക്കതിനോർത്ത് ദൈവത്തിന് നന്ദി പറയാം. പുറപ്പാട് പുസ്തകത്തിൽ 4-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ ഒരു ചോദ്യമുണ്ട്: ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത്? ആരാണ് അവനെ മൂകനോ ബധിരനോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത്? എന്നിട്ട് കർത്താവ് തന്നെ ഒരു ഉത്തരം പറയുന്നുണ്ട്: അത് കർത്താവായ ഞാനല്ലേ എന്ന്. അപ്പോൾ ഒരുവനെ മൂകനാക്കുന്നത്, ഒരുവന് സംസാരശക്തി കൊടുക്കുന്നത് കർത്താവ് തന്നെയാണെന്ന് പറയാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കഴിവ്, നാവ് കൊണ്ട് പ്രഘോഷിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ പറയാനുള്ള കഴിവ്, പാടാനുള്ള കഴിവ്, ഇതൊക്കെ ദൈവകൃപയാലാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ കഴിവ് കൊണ്ടോ സുഹൃതം കൊണ്ട് കിട്ടിയതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ നാവിനെക്കുറിച്ച് കൂടുതലൊന്ന് ധ്യാനിക്കാൻ പോവാം. പഞ്ചേന്ദ്രിയങ്ങളിൽ പലരും പറയാറുണ്ട് പഞ്ചേന്ദ്രിയങ്ങളുടെ രാജാവാണ് നാവെന്ന്. കാരണം നാവ് കൊണ്ടാണ് പ്രഘോഷിക്കപ്പെടുന്നത്, നാവ് കൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അല്ല, ബാക്കി അവയവങ്ങൾ മോശപ്പെട്ടതെന്നല്ല, കുറഞ്ഞതാണെന്നല്ല, എന്നാൽ നാവ് പലപ്പോഴും പഞ്ചേന്ദ്രിയങ്ങളിൽ രാജാവാണെന്ന് അറിയപ്പെടാറുണ്ട്. അപ്പം നാവിൻ്റെ ഉപയോഗവും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നാവ് കൊണ്ട് പറയുന്ന വാക്കുകൾ, അല്ലേ, എന്തുമാത്രം ഒരു വ്യക്തിയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സന്തോഷത്തെ ഇല്ലാതാക്കാൻ പറ്റും, ഐശ്വര്യത്തെ നഷ്ടപ്പെടുത്താൻ പറ്റും. നാവ് കൊണ്ട് നമ്മൾ മോശമായത് പലതും പറയുമ്പോൾ ഓർക്കണം, കർത്താവ് എന്താണ് ഇതുകൊണ്ട് പറയാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 51-ാം അധ്യായത്തിൽ
22-ാമത്തെ തിരുവാക്യത്തിലാണ് ഈ തിരുവഴുത്ത് ഇങ്ങനെ പഠിപ്പിക്കുന്ന കർത്താവ് എനിക്കൊരു നാവ് നൽകി, അത് ഉപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. കർത്താവ് എനിക്കൊരു നാവ് തന്നു, അത് ഉപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കണം. അപ്പോൾ ദൈവം നാവ് തന്നപ്പോൾ ഒരു ഉദ്ദേശം കൂടി എൻ്റെ കൂടെയുണ്ട്, അവിടുത്തെ പ്രകീർത്തിക്കുക എന്നൊരു ഉദ്ദേശം. അതുകൊണ്ട് വ്യക്തമായിട്ട് എഴുതിയിരിക്കും, കർത്താവ് എനിക്കൊരു നാവ് തന്നു, അത് ഉപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചിന്തിക്കണം, എൻ്റെ നാവ് കൊണ്ട് ഞാൻ ആരൊക്കെയാ പ്രകീർത്തിക്കുന്നത്? എൻ്റെ നാവ് കൊണ്ട് ഞാൻ ആരൊക്കെയാ ഇഷ്ടപ്പെടുത്തുന്നത്? കർത്താവിൻ്റെ ഇഷ്ടമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ നാവ് കൊണ്ട് അവിടുത്തെ പ്രകീർത്തിക്കണം. സ്വർഗത്തിൽ ആരാധിക്കാൻ, ഇടവിടാതെ ആരാധിക്കാൻ മാലാഖമാരുണ്ട്. ഭൂമിയിൽ അവിടുത്തെ ആരാധിക്കാനുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് കർത്താവ് ഒരു നാവ് തന്നപ്പോൾ അതിനൊരു ഉദ്ദേശം കൂടി വെച്ചിട്ടുണ്ട്. ആ ഉദ്ദേശം എന്താണ്? അതുപയോഗിച്ച് അവിടുത്തെ പ്രകീർത്തിക്കുക എന്നുള്ളത്. പലപ്പോഴും നാവ് കൊണ്ട് നമ്മൾ ഈ ലോകത്തിലുള്ള പലരെയും ഇഷ്ടത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, അധികാരികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ആ ഊഷ്മളത അത് നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഒക്കെ നമ്മുടെ നാവ് സംസാരിച്ചിട്ടുണ്ട്. ഓർക്കണം, നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ സൗകര്യത്തിനും പ്രിയപ്പെട്ടവരുടെ ഇഷ്ടത്തിനും വേണ്ടി എൻ്റെ നാവിനെ ഞാൻ ഉപയോഗിക്കുമ്പോൾ എൻ്റെ കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തെയാണ് ഞാൻ ഇല്ലാതാക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ ഉദ്ദേശം എന്താ? അവിടുത്തെ സ്തുതിയെക്കുറിച്ച് രാവും പകലും പ്രകീർത്തിക്കണം, ആഘോഷിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നാവ്, അത് ഉപയോഗിക്കുമ്പോൾ കർത്താവ് അതിന് വെച്ചിരിക്കുന്ന ഉദ്ദേശശുദ്ധി കൂടി മനസ്സിലാക്കി അത് ഉപയോഗിക്കുമ്പോൾ കുറേയും കൂടിയും കർത്താവിന് സന്തോഷം ഉണ്ടാകും. കാരണം ഇത് നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചതല്ല. നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ സുഹൃതം കൊണ്ട്, നമ്മുടെ കാരണന്മാരുടെ സുഹൃതം കൊണ്ട്, പാരമ്പര്യം മേന്മ കൊണ്ടൊന്നും കിട്ടിയതല്ലെന്ന് ബൈബിൾ പറയാം. ഇത് കർത്താവ് തന്നതാ, ദൈവം തന്നതാ ഇത്. അപ്പോൾ ദൈവം തന്നപ്പോൾ അതിനൊരു ഉദ്ദേശം കൂടിയുണ്ട്. ആ ഉദ്ദേശത്തെ കണക്കിലാക്കി അത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അടുത്തത് നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യം, നാവിനെ ദൈവം നമ്മൾ സൃഷ്ടിച്ചപ്പോൾ അതിനു വേണ്ടിയിട്ട് ദൈവം മെനഞ്ഞെടുത്തപ്പോൾ അതിനെടുത്ത തീരുമാനങ്ങളുണ്ട്. യാക്കോബുസ്ലിഹയുടെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാ: നാവ് തീയാണ്. നാവ് തീയാണെന്ന്. തീയുടെ സ്വഭാവം നമുക്കറിയാം, അത് കത്തിച്ചു ചാമ്പലാക്കും. അതിന് തൊട്ടും മുകളിലത്തെ വാക്ക് 4-ഉം 5-ഉം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു തീപ്പൊരി മതി വലിയ വനത്തെ പോലും ചാമ്പലാക്കാൻ. ആ ഭാഗം യാക്കോബുസ്ലിഹ പറയുന്നുണ്ട്. തൊട്ട് താഴെ 6-ാമത്തെ വാക്യത്തിൽ യാക്കോബുസ്ലിഹ പറയാം, നാവ് തീയാണെന്ന്. അപ്പൊ തീയായിട്ടുള്ള നാവിനെ ദൈവം ഒരു ശരീരത്തിൽ സ്ഥാപിച്ചപ്പോൾ പോലും വേണ്ടത്ര കരുതലെടുത്തു. തീ ആയതുകൊണ്ട് ഇതിനെ വെച്ചിരിക്കുന്നത് വെള്ളത്തിലാണ്, അല്ലേ? നമ്മുടെയൊക്കെ നാവ് ഇരിക്കുന്നത് അണ്ണാക്കിൽ ഒട്ടിച്ചേർന്നിരിക്കുന്ന തുപ്പലിനോട് ചേർന്ന്, തുപ്പലിലാണ് നാവിരിക്കുന്നത്. തീയായതുകൊണ്ട് ഇതിന് വെള്ളത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്തത് ആ നാവിന് ചുറ്റും കുറച്ച് പല്ലുകളൊക്കെ വെച്ച് ദൈവം എന്തുമാത്രം ക്രമീകരണം ഇതിനു വേണ്ടി ചെയ്തിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഇത്രയും കാര്യമായിട്ട് സ്ഥാപിക്കപ്പെട്ട ഒരു അവയവമില്ല. ആ നാവിനെ ഒതുക്കി ഉള്ളിൽ വെച്ച്, അതിനെ തുപ്പലോട് ചേർത്ത് വെച്ച്, അതിന് മുന്നിൽ പല്ലൊക്കെ വെച്ച്, അതിന് ചുണ്ടുകൊണ്ടൊരു ഡോറൊക്കെ കൊടുത്ത്. കാരണം ഉള്ളിലിരിക്കുന്ന ആള് നിസാരക്കാരനല്ല. അതുകൊണ്ടാണ് യാക്കോബുസ്ലിഹ പറയുന്നത്, നാവ് നിസാരക്കാരനല്ല, അത് തീയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആരംഭത്തിൽ നമ്മൾ വായിച്ച പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാവ് കൊണ്ട് അടിച്ച അസ്ഥികൾ പോലും തകരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ നാവ് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, ഒരു നാവ് കൊണ്ട് ഒരു നല്ല വാക്ക് പറഞ്ഞ നാവ് കൊണ്ട് ഒരാളെ കൈപ്പിടിച്ചുയർത്താം ജീവിതത്തിൽ. എന്നാൽ ആ വായിൽ നിന്ന് വരുന്ന നാവ് കൊണ്ട് തന്നെ ഒരാളുടെ ജീവിതത്തെ ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ കർത്താവിൻ്റെ ഉദ്ദേശത്തെ മനസ്സിലാക്കി നമ്മുടെ നാവിനെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. പ്രഭാഷകൻ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ 25-ാമത്തെ തിരുവാക്യം. അവിടെ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: വാക്കുകൾ അളന്നും തൂക്കിയും ഉപയോഗിക്കുക, വായ്ക്ക് പൂട്ടും അധരത്തിന് താക്കോലും കരുതുക. ബൈബിളിൽ തന്നെ ഒരു സംഭവം ഉണ്ടല്ലോ. 2 സാമുവേൽ പ്രവാചന പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ ദാവീദ് രാജാവ് വാഗ്ദാന പേടകം കൊണ്ട് നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം, അപ്പോൾ ദാവീദ് രാജാവ് അവിടെ അരക്കച്ചയുടുത്ത് നൃത്തം ചെയ്തു എന്നതിനെക്കുറിച്ചാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇസ്രായേൽ നർത്തകിമാർ അവിടെ
അല്ലേ? അന്ന് വാഗ്ദാന പേടകം കൊണ്ടാണ് യുദ്ധത്തിന് പോവുക. യുദ്ധം കഴിഞ്ഞ് ജയിച്ചു വരുമ്പോൾ വാഗ്ദാന പേടകം പുരോഹിതർ വഹിച്ചു കൊണ്ടുവരും. വലിയ ഉത്സവാഘോഷത്തോടു കൂടിയിട്ടാണ് നഗരത്തിലേക്ക് വരിക. ആ രംഗമാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ദാവീദ് രാജാവ് എന്ത് ചെയ്തു? അരക്കച്ചയുടുത്ത് എന്ന് പറഞ്ഞ അടിമയ്ക്ക് കൊടുക്കുന്ന വസ്ത്രമാണ്. ഒരു രാജാവാണെന്ന് ഓർക്കണം. അധികാരങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു അരക്കച്ച മാത്രം എടുത്ത് ഈ ഇസ്രായേലിൻ്റെ കൂട്ടത്തിൽ നിന്ന്, ജനങ്ങളുടെ കൂടെ നിന്ന്, ഒരു മാറ്റമില്ലാതെ അല്ലെങ്കിൽ സ്ഥാനം ഉപയോഗിക്കാതെ സാധാരണക്കാരായിട്ട് നിന്നിട്ട് ദൈവത്തെ ആരാധിക്കുക. അപ്പം ദൈവം തന്ന മഹത്വത്തിന് വേണ്ടിയിട്ട് നന്ദി പറഞ്ഞ് അവർ നൃത്തം ചെയ്ത്, ദാവീദ് രാജാവിൻ്റെ സ്റ്റെപ്പ് പോലും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ദാവീദ് രാജാവിന് വേറെ ഡീറ്റെയിൽ ഡാൻസ് ഒന്നും അറിയില്ലായിരുന്നു. ദാവീദ് രാജാവിൻ്റെ സ്റ്റെപ്പിനെ കുറിച്ച് ബൈബിൾ എഴുതിയേക്കുന്നത് തുള്ളിച്ചാടി നൃത്തം ചെയ്തു എന്നാണ്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ദൈവം തന്ന നന്മയെ ഓർത്ത് തുള്ളിച്ചാടി ആ രാജാവ് ജനങ്ങളോട് കൂടെ നിന്ന് ദൈവത്തിന് നന്ദി പറയാം. ഇസ്രായേൽ പെൺകുട്ടികളൊക്കെ, ഡാൻസ് ഗ്രൂപ്പുകളൊക്കെ നൃത്തം ചെയ്യുന്നുണ്ട്. അപ്പോൾ സാവൂളിൻ്റെ പുത്രി ദാവീദിൻ്റെ ഭാര്യ മിഖായിൽ ജനലിക്കൂടെ ഈ കാഴ്ച കണ്ടു. അപ്പോൾ ഇസ്രായേലിൻ്റെ രാജാവ് ആഭാസകരമായിട്ട് നിന്ന് ആ രാജാവിൻ്റെ പ്രൗഢിയുള്ള വസ്ത്രങ്ങൾ, അധികാര ചിഹ്നങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു അരക്കച്ച മാത്രം എടുത്ത് ആ കന്യകുമാരുടെ കൂടെ നിന്ന് നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് സഹിച്ചില്ല. അപ്പോൾ രാജാവ് വാഗ്ദാന പേടൊക്കെ ഇറക്കി വെച്ച് കൊട്ടാരത്തിലേക്ക് വസ്ത്രമൊക്കെ ധരിച്ചു വരുമ്പോൾ മിഖായിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇന്ന് ഇസ്രായേലിൻ്റെ രാജാവ് തന്നെ അപഹാസ്യനാക്കിയില്ലേ? അങ്ങനെ ചോദിച്ച് മിഖായിൽ ദാവീദിനോട് പരിഹാസ രൂപേണെ നാവുകൊണ്ട് ദുരുപയോഗം ചെയ്ത് സംസാരിക്കുക. എന്നിട്ട് ദാവീദ് രാജാവ് ഇതൊക്കെ കേട്ടിട്ടും ശാന്തനായി നിന്ന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, തിരിച്ചു മറുപടിയുണ്ട്. ആ മറുപടി എങ്ങനെയാ? നീ ഇതിനെ അപഹാസ്യമായ രീതിയിൽ എന്നെ ചിത്രീകരിച്ചാലും എനിക്കതിൽ ലജ്ജയില്ല. കാരണം ഞാൻ ചെയ്തത് ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടാണ്. ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തത്. അങ്ങനെ പറഞ്ഞ് ദാവീദ് രാജാവ് മറുപടി കൊടുക്കുക. പക്ഷെ ബൈബിളിൽ എഴുതിയേക്കുന്നത് മിഖായിൽ ദൈവനാമത്തെ ധിക്കരിച്ചത് കൊണ്ട്, നാവിന് ദുരുപയോഗം ചെയ്തതുകൊണ്ട് ജീവിതകാലം മുഴുവൻ അവൾ വന്ധ്യയായി തീർന്നു. അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല ജീവിതകാലം മുഴുവൻ. കർത്താവ് തന്ന നാവ് ദുരുപയോഗം ചെയ്ത് കർത്താവിൻ്റെ സ്തുതിയെക്കുറിച്ച് എതിർത്ത് സംസാരിച്ചപ്പം. അപ്പോൾ ആ ചേട്ടായിയുടെ കാര്യം ഓർക്കുക. ആ ചേട്ടായി ദൈവകാര്യം എതിർത്ത് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. എന്നെ പെട്ടെന്ന് ഈ ദൈവവചന ശുശ്രൂഷയുടെ നേരത്തെ അത് ഓർമ്മ വന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം തന്ന നാവ് അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ദൈവം ഇത് ഉപയോഗിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്, ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം വിട്ടത് ഉപയോഗിക്കുമ്പോൾ അത് പാപമായിട്ട് മാറും. അത് മറ്റൊരാൾക്ക് ചെയ്യുന്നതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനെതിരെയുള്ള പാപം കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനത്തെ സ്വീകരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന, ദൈവവചനത്തെ പ്രഘോഷിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഈ നാവ്, അല്ലെങ്കിൽ മറ്റു കാര്യം ഉപയോഗിക്കുന്ന നാവ് എത്രയോ പരിശുദ്ധിയോട് കൂടിയിട്ട് വേണം നമ്മൾ ജീവിതത്തിൽ അത് ഉപയോഗിക്കാനായിട്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 28-ാം അധ്യായം അതിൽ 17-ാമത്തെ വാക്ക്, ചാട്ടകൊണ്ട് അടിച്ചാൽ തിണർപ്പുണ്ടാകും, നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. അടുത്ത വാക്ക് പറയാം, വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിൽ ഏറെയാണ്. അപ്പം ഈ നാവ് കൊണ്ട് തന്നെ ഒരുപാട് നാവ് കൊണ്ട് തന്നെയുള്ള ഉപയോഗം കൊണ്ട് ഒരാളെ നിശേഷം ഇല്ലാതാക്കാം. നാവ് കൊണ്ട് തന്നെ ഒരാളെ തേജോവധം ചെയ്യാം. നാവ് കൊണ്ട് ഒരാളെ പരിഹാസനാക്കാം, അപഹാസ്യനാക്കാം. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നീ ഉത്തരം കൊടുക്കണം. കാരണം ഈ നാവ് തന്നിരിക്കുന്നത് ദൈവത്തെ പ്രകീർത്തിക്കാൻ, രാവും പകലും അവൻ്റെ നീതിയെക്കുറിച്ചും സ്തുതിയും ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നാവ് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ഫിലോമിന ചേച്ചി, അദ്ദേഹത്തിൻ്റെ ചേച്ചിയുടെ മകളുടെ മകൻ. അപ്പോൾ ആ കൊച്ചു വർത്താനം 3 വയസ്സൊക്കെ ആയിട്ടും വർത്തമാനം ശരിക്കും പറയുന്നില്ല. നാവിങ്ങനെ കുഴഞ്ഞിങ്ങനെ അങ്ങനെ വാക്കൊന്നും പൂർണ്ണമായിട്ട് വരില്ല. വിക്കല്ല, മറിച്ച് വാക്ക് പറയാൻ പറ്റുന്നില്ല കൊച്ചിന്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് ഞങ്ങളോടൊക്കെ പറയും. അപ്പം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന വചനഭാഗം ഇതാണ്. ലൂക്കാ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 64-ാമത്തെ വാക്ക്. സക്കറിയ പ്രവാചകൻ്റെ ആ സംഭവം ഉണ്ടല്ലോ, യോഹന്നാൻ ശ്ലീഹയുടെ ജനനത്തെക്കുറിച്ചുള്ള സന്ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന വാക്കുണ്ട്. 1-ാം അധ്യായത്തിൽ 64-ാമത്തെ വാക്കാണത്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, തൽക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി, അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി.
അപ്പൊ ഈ വചനം ഞാൻ ആ ചേച്ചിയോട് ആന്റിയോട് പറഞ്ഞു, ഈ ഒരു വചനം യോഹന്നാന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 64-ാമത്തെ വാക്ക് ഈ കൊച്ച് ഉറങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ പറയും. നമുക്ക് ഈ വേറെ ഉപദേശമൊന്നും പറയാൻ അറിയില്ല. അപ്പൊ ഞാൻ ഈ വചനം പറയാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി വന്നിട്ട് ഇങ്ങനെ എൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയുക, ആ കൊച്ച് സ്ഫുടമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. തൽക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു, അവൻ ദൈവത്തെ പ്രകീർത്തിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഈ വചനം ഉറങ്ങണ നേരത്ത്, കൊച്ച് ഇങ്ങനെ കളിക്കുന്ന നേരത്ത്, ഇവരുടെ കയ്യിലിരിക്കുന്ന നേരത്തൊക്കെ ഈ കൊച്ചിൻ്റെ മേൽ കൈവച്ച് പറയാൻ തുടങ്ങി. 3 വയസ്സ് കഴിഞ്ഞിട്ട് വാക്ക് ശുദ്ധിയോടെ അല്ലെങ്കിൽ സ്ഫുടമായിട്ട് സംസാരിക്കാൻ പറ്റാത്ത കൊച്ച് ആ കാര്യത്തിൽ മാറ്റമുണ്ടായി. ഈ വചനം ഏറ്റു പറയുമ്പോൾ പോലെ ഒരു മാറ്റമുണ്ട്. ബൈബിളില് സാമുവേൽ പ്രവാചന പുസ്തകത്തില് 16-ാം അധ്യായത്തില് 5 മുതലുള്ള വാക്കത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ്: ദാവീദ് രാജാവ് ബഹൂറുമിയിൽ എത്തിയപ്പോൾ സാവൂളിന്റെ ബന്ധുവായ ഖേരായുടെ മകൻ ഷെമി ശാപം ചൊരിഞ്ഞ് വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ദാവീദിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ അടുത്ത് നിന്നിട്ട് തിരിച്ച് കുറച്ച് പേര് അങ്ങോട്ട് പറയാൻ തുടങ്ങി. അപ്പോ ദാവീദിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാൻ തുടങ്ങി, അങ്ങനെയാണെങ്കിൽ അവന്റെ തല വെട്ടിയെടുക്കട്ടെ എന്നും പറഞ്ഞ് ഇവര് കൂടെ നിൽക്കുന്നത് അംഗരക്ഷകരൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ ദാവീദ് രാജാവ് പറയുന്ന വാക്കുണ്ട്, അത് ദൈവം അനുവദിച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അതിലെന്തു ചെയ്യാൻ പറ്റും. ദാവീദ് രാജാവ് അതിലും ദൈവത്തിന്റെ ഇഷ്ടത്തെ കണ്ടെത്തുകയാണ്. ഷെമി അവിടെ ശാപം ചൊരിഞ്ഞു നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ തിരിച്ചു വിടുന്ന കുറെ പേര് അങ്ങോട്ട് അവനെ മാറിപ്പോകാൻ പറഞ്ഞ് അവനെ തിരിച്ചു പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശാപം നിറഞ്ഞ വാക്കുകൾ പലപ്പോഴും വരാണ്. നമ്മൾ തന്നെ ശപിച്ച് സംസാരിക്കാറുണ്ട്. ദൈവകാര്യങ്ങളെ തന്നെ, ദൈവത്തെ ചിലപ്പോൾ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് കിട്ടാതെ വരുമ്പോൾ ശപിച്ച് തള്ളി നമ്മൾ ജീവിതം തീർത്തു പോകാറുണ്ട്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മുടെ നാവ് ദൈവം തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ദൈവത്തെ പ്രകീർത്തിച്ച് ഇതുകൊണ്ട് നന്മ പറഞ്ഞ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്കൊക്കെ പലപ്പോഴും അത് സാധിക്കാതെ പോകുന്നുണ്ട്. എന്നിരുന്നാലും ദൈവത്തിൻ്റെ ഇഷ്ടത്തെ മനസ്സിലാക്കാൻ ഇന്ന് ഈ മണിക്കൂറിൽ കർത്താവ് നമുക്ക് അവസരം തരികയാണ്. അതുകൊണ്ട് സങ്കീർത്തനം 51:15 ഇങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട്: കർത്താവേ, എൻ്റെ അധരത്തെ തുറക്കണമേ, എൻ്റെ നാവ് നിന്നെ സ്തുതിക്കട്ടെ. എൻ്റെ നാവ് നിന്റെ സ്തുതി പാടട്ടെ. എൻ്റെ അധരത്തെ നീ തുറക്കണമേ, എൻ്റെ നാവ് നിന്നെ സ്തുതിക്കട്ടെ. അപ്പം ഈ നാവ് കൊണ്ട് ദൈവത്തെ പ്രകീർത്തിക്കാൻ ഉള്ള കൃപ, അഭിഷേകം നമ്മളൊന്ന് ചോദിക്കണം. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അനേകർക്ക് കിട്ടാതെ പോയ സൗഭാഗ്യമാണ് എനിക്ക് നിങ്ങൾക്കുള്ളതെന്ന് ഓർക്കണം. ഈ സംസാരിക്കാനുള്ള കഴിവ്, നാവിൻ്റെ ഉപയോഗിക്കാനുള്ള കഴിവ്. 4.5 കോടി ജനത്തിന് മിണ്ടാനും പറയാനും പറ്റാതെ മൂളിയും ഞെരുങ്ങിയും ആംഗ്യം കാണിച്ചും ഒക്കെ ജീവിക്കേണ്ടി വരുമ്പോൾ സ്ഫുടമായിട്ടും സിമ്പിളായിട്ടും എന്താ പറയുക, വളരെ ഈസി ആയിട്ട് നമുക്ക് സംസാരിക്കാൻ, ഉപയോഗിക്കാൻ നാവിന് പറ്റുന്നുണ്ട്. അപ്പം ഈ നാവ് അത്രമാത്രം ദൈവം തന്ന കൃപയാണത്. അത് ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ മനസ്സിലാക്കി അത് കൈകാര്യം ചെയ്യാനായിട്ട് കർത്താവ് നമ്മളെ ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവെ, എൻ്റെ അധരത്തെ നീ തുറക്കണം, എൻ്റെ നാവ് നിന്നെ സ്തുതിക്കണം. എൻ്റെ അധരത്തെ തുറക്കണം, എൻ്റെ നാവ് നിന്നെ സ്തുതിക്കണം. ശാപവാക്കുകൾ പറയാനല്ല. ഈ നാവ് കൊണ്ട് നമ്മുടെ ഇഷ്ടം ഇല്ലേ, യഥോചിതം നമുക്ക് സംസാരിക്കാം. മോശമായത് പറയാം, നല്ലത് പറയാം. മോശമായതിന് ശപിച്ചു പറയാം, അല്ലെങ്കിൽ അനുഗ്രഹിച്ചു പറയാം. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു ഇങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിൽ, നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കാം. നീ അനുഗ്രഹിക്കുന്നവരെ. അപ്പൊ അനുഗ്രഹിച്ച് സംസാരിച്ചു നോക്കിയേ, അനുഗ്രഹിക്കുന്നവരെ കർത്താവ് കൂടെ നിന്ന് അനുഗ്രഹിക്കും. അബ്രാഹത്തോട് നീ പറഞ്ഞു, നീ അനുഗ്രഹിക്കുന്നവരെ പോലെയും ഞാൻ അനുഗ്രഹിക്കാം. അപ്പോൾ അനുഗ്രഹിച്ച് സംസാരിക്കുക. ശാപം വാക്കുകൾ പറയുന്നതിനേക്കാൾ ഉപരി അനുഗ്രഹിച്ച് സംസാരിച്ചു നോക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വഴിമുട്ടുമ്പോൾ, ഉത്തരം മുട്ടുമ്പോൾ ഒക്കെ ശപിച്ചും തള്ളിയൊക്കെയാണ് ജീവിക്കുക. പക്ഷേ ബൈബിൾ പറയുന്ന വാക്ക് എന്താണ്? നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കാം. അതുകൊണ്ട് ഇന്ന് വരെ നമ്മുടെ നാവ് കൊണ്ട് ശപിച്ച് അല്ലെങ്കിൽ നാശമാണെന്ന് ഒക്കെ പറഞ്ഞെടുത്ത് ഇനി നമുക്ക് അനുഗ്രഹിച്ച് ജീവിതത്തെ മാറ്റാം. അനുഗ്രഹിച്ച് ജീവിക്കാൻ നമുക്ക് പഠിക്കാം. അബ്രാഹത്തോട് പറഞ്ഞ വാക്ക്, നീ അനുഗ്രഹിക്കുന്നവരെ പോലും ഞാൻ അനുഗ്രഹിക്കും. അപ്പം നമ്മൾ അനുഗ്രഹിച്ച് സംസാരിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. അതാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഒരാൾ അനുഗ്രഹിച്ച് സംസാരിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. അതുകൊണ്ടാണ് അബ്രാഹത്തോട് പറഞ്ഞത്, നീ അനുഗ്രഹിച്ചാൽ ഞാനും അവരെ കൂടെ നിന്ന് അനുഗ്രഹിച്ചോളാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ ഒരാളെ നമ്മൾ നൊമ്പരപ്പെടുത്തുമ്പോൾ, ശപിക്കുമ്പോൾ ദൈവത്തിന് കൂടെ നിൽക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ.
ഒരാളെ ശപിച്ച് നമ്മൾ നിർത്തുമ്പോൾ, ഈ നാവ് കൊണ്ട് ദുരാരോപണം പറയുമ്പോൾ കർത്താവിന് എപ്പോഴെങ്കിലും നമ്മുടെ കൂടെ നിൽക്കും. കാരണം ഇത് കർത്താവിന്റെ സ്വഭാവത്തിനെതിരാ. ഷെമി ശാപവാക്ക് പറഞ്ഞിട്ട് പോലും ദാവീദ് അത് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു. ചിലപ്പോൾ ദൈവം അനുവദിച്ചിട്ടാണെങ്കിലോ എന്ന് പറഞ്ഞ് അതിനെ സ്വീകരിച്ചു. ദൈവം കൂടെ നിൽക്കും നല്ലത് നമ്മൾ നാവ് കൊണ്ട് ഉപയോഗിക്കുമ്പോൾ. പക്ഷേ വേറൊരു വാക്കുകൾ, ശാപവാക്കുകൾ പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ ആണെങ്കിൽ പോലും നാശം എന്നൊക്കെ പറയുന്നത് അതൊക്കെ മാറ്റിയിട്ട് മറിച്ച് ഇനി അനുഗ്രഹിച്ച് ജീവിക്കാനുള്ള ഒരു കൃപ നമുക്ക് കർത്താവിൻ്റെ അടുത്ത് ചോദിക്കാം. ഈ തിരുമണിക്കൂറിൽ കർത്താവ് അതിനാണ് നമുക്ക് കൃപ തരാൻ പോകുന്നത്. ഈ നാവ് കൊണ്ട് മോശമായത് അല്ലെങ്കിൽ പനകിലച്ചൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് പ്രസംഗത്തിലൊക്കെ, നീ ആകും എന്ന് പറയുന്നത് നീ താമസിയാതെ ആയിത്തീരും. അച്ഛൻ പറയുന്ന ഉദാഹരണം ഇതാണ്. പഠിക്കുന്ന കുട്ടി ഞാൻ തോൽക്കും എന്ന് പറയുന്നത് താമസിയാതെ വലിയ ദൂരമില്ലാതെ ആ വ്യക്തി തോൽക്കും. അതുകൊണ്ട് നീ പറയേണ്ടത് തോൽക്കുമെന്നല്ല, എനിക്ക് പറ്റും, ഞാൻ ജയിക്കുമെന്നാണ്. അതുകൊണ്ട് ഈ നാവ് കൊണ്ട് നല്ലത് അനുഗ്രഹിച്ചു പറയാൻ മറ്റുള്ളവരെ, അപ്പനെ ആയിരിക്കാം, അമ്മയെ ആയിരിക്കാം, അല്ലെങ്കിൽ ബന്ധങ്ങളെ ആയിരിക്കാം, സൗഹൃദങ്ങളെ ആയിരിക്കാം, അയൽവക്ക ബന്ധങ്ങളായിരിക്കാം, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളായിരിക്കാം, മക്കൾ മാതാപിതാക്കൾ ബന്ധങ്ങളായിരിക്കാം, എവിടെയും അനുഗ്രഹിച്ച് പറയാനുള്ള ഒരു അഭിഷേകം ഈ മണിക്കൂറിൽ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അപ്പോൾ അബ്രാഹത്തിൻ്റെ കൂടെ നിന്ന കർത്താവ് നമ്മുടെ വാക്കിനോട് കൂടെ നിൽക്കും. നാം അനുഗ്രഹിക്കുമ്പോൾ കൂടെ നിന്ന് ദൈവം അനുഗ്രഹിക്കും. ശാപവാക്കുകൾ പറയുന്ന ഒരു പ്രവണത അങ്ങോട്ട് നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ മോശമായത് പറയുന്ന രീതികൾ മാറ്റാം. എന്നിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക്, നാവ് കൊണ്ട് അനുഗ്രഹ വാക്കുകൾ പറയുന്ന, അഭിസംബോധന ചെയ്യുമ്പോൾ പോലാണെങ്കിലും അനുഗ്രഹിച്ച് പറയുന്ന ഒരു ശൈലിയിലേക്ക് നമ്മുടെ ജീവിതത്തെ, നാവിൻ്റെ ഉപയോഗത്തെ മാറ്റാനായിട്ട് നമുക്ക് പറ്റണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞ സമയത്ത് കേട്ട ചിന്തയിൽ നാവിൻ്റെ ഉപയോഗം എപ്രകാരമായിരിക്കണം എന്നുള്ളതാണ്. നാവ് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു അവയവമാണ്. പഞ്ചേന്ദ്രിയങ്ങളിൽ ഒരു രാജാവ് തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് വളരെ മോശമായ കാര്യങ്ങൾ വരാനും പറ്റും. ഒരേ നാവ് കൊണ്ട് ഊതിയാൽ തീപ്പൊരി കത്തിജ്വലിക്കും, അതേ നാവ് കൊണ്ട് തുപ്പിയാൽ അത് കെട്ടുപോകുന്ന ബൈബിൾ പറയുന്നുണ്ട്. രണ്ടും ഒരേ അധരത്തിൽ നിന്നാണ് വരുന്നത്. ഊതിയാൽ തീപ്പൊരി, അത് കത്തി ആളിക്കത്തും. നമുക്കൊക്കെ അറിയാം, ഊതി കത്തിക്കും അടുപ്പൊക്കെ. ഊതിയാൽ കത്തും, പക്ഷേ തുപ്പിയാലോ അത്തിക്കനൽ കെട്ടുപോകും. രണ്ടും ഒരേ അധരത്തിൽ നിന്ന് വരും. ഇതിലേതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നമ്മളിന്ന് ചിന്തിക്കേണ്ട കാര്യം അതാണ്. നമ്മൾ ഏതാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്? കൂടുതലായിട്ടല്ല, പൂർണ്ണമായിട്ട് ഉപയോഗിക്കേണ്ടത്. അത് ദൈവം ആഗ്രഹിക്കുന്നതാ. ഊതിയാൽ തീപ്പൊരി ആളിക്കത്തും. ഒരാളുടെ ജീവിതത്തെ വാക്കുകൊണ്ട്, മുടക്ക് വാക്കുകൾ പറഞ്ഞ് നശിപ്പിക്കാൻ നമുക്ക് പറ്റും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ പരദൂഷണമൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. മറ്റുള്ളവരെ കുറിച്ച് അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു. അതുകൊണ്ടാണ് ആരംഭത്തിൽ തന്നെ നമ്മൾ വായിച്ച വാക്ക്, സുഭാഷിത പുസ്തകം 21-ാം അധ്യായം 23-ാമത്തെ വാക്ക്. അവിടെ പറയുന്നത് എങ്ങനെയാ? സ്വന്തം അധരത്തെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. സ്വന്തം അധരത്തെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ, സൂക്ഷിക്കുന്നവൻ. അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ ഉപദ്രവങ്ങളില്ല. കാരണം നമ്മുടെ നാവിനെ, അധരത്തെ നമ്മൾ തന്നെ സൂക്ഷിക്കുക. ആവശ്യമില്ലാത്തത് പറയാതെ, ആവശ്യമില്ലാത്തവരെ കുറിച്ച് പറയാതെ. അങ്ങനെ വരുമ്പോൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം, നമുക്കിത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും എനിക്കും നിങ്ങൾക്കൊക്കെ കൂടുതൽ വിശുദ്ധിയിൽ വളരാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അധരത്തെയും നമ്മുടെ നാവിനെയും സൂക്ഷിക്കാം. സൂക്ഷിച്ചാൽ ബൈബിൾ പറയാ, നീ ഉപദ്രവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തകൻ ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചതുപോലെ സങ്കീർത്തനം 141:3 ഇങ്ങനെയാ: കർത്താവേ, എൻ്റെ അധരത്തിന് കാവലേർപ്പെടുത്തണമേ, എൻ്റെ നാവിന് കടിഞ്ഞാനിടണമേ. എന്നൊരു വചനം തിരുവഴുത്തിൽ ദാവീദ് രാജാവ് പറയുന്നുണ്ട്. സങ്കീർത്തനം 141:3 കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാനിടണമേ, എൻ്റെ അധരത്തിന് നീ കാവൽ ഏർപ്പെടുത്തണമേ. മോശമായതൊന്നും പറയാൻ എൻ്റെ അധരത്തെ, എൻ്റെ നാവിനെ നീ ഇനി ഒരിക്കലും ഒരുക്കരുത്. എൻ്റെ നാവിനെ നിയന്ത്രിച്ചൊരു ജീവിതം എനിക്ക് തരണമേ. സംഖ്യാപ്രവചന പുസ്തകത്തിൽ 23-ാം അധ്യായം 16 ബാലാമിൻ്റെ നാവിൽ വചനത്തെ നിക്ഷേപിച്ചതുപോലെ കർത്താവേ, നീ എൻ്റെ നാവിൽ അനുഗ്രഹം നിക്ഷേപിക്കണമേ.
അനുഗ്രഹിച്ചു പറയാൻ, മറ്റുള്ളവരെ അനുഗ്രഹിച്ചു പറയാൻ, എല്ലാ ബന്ധങ്ങളിലും എനിക്ക് മോശമായത് ചെയ്യുന്നവരോട് പോലും അനുഗ്രഹിച്ചു പറയാനുള്ള അനുഗ്രഹം. ബാലാമിൻ്റെ അധരത്തിൽ വചനം നിക്ഷേപിച്ചു വെച്ചതുപോലെ എൻ്റെ അധരത്തിൽ അനുഗ്രഹ വാക്കുകൾ നിക്ഷേപിക്കണമേ. കാരണം മോശമായതിന് ഞാൻ പറയാൻ പാടില്ല. അനുഗ്രഹിച്ചു പറയാനുള്ള ഒരു കൃപയും അഭിഷേകവും എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചക പുസ്തകം 6-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു പ്രാർത്ഥിച്ചില്ലേ, കർത്താവേ, ഞാൻ അശുദ്ധമായ അധരമുള്ളവനും അശുദ്ധമായ അധരമുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എൻ്റെ നാവിന്, എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക്, എൻ്റെ ജീവിതത്തിന് കുറവുണ്ട്. കർത്താവിൻ്റെ മഹത്വത്തിന് മുമ്പിൽ നിന്നപ്പോൾ യെശയ്യാ പ്രവാചകൻ തിരിച്ചറിഞ്ഞു, എൻ്റെ അധരം അശുദ്ധമാണ്. കർത്താവേ, ഇതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ അധരത്തിൽ അശുദ്ധിയുണ്ട്. അശുദ്ധമായ അധരമുള്ളവരുടെ കൂട്ടത്തിലൂടെയാണ് ഞങ്ങൾ വസിക്കുന്നത്. ഈ ലോകത്തിൻ്റെ അശുദ്ധി ഞങ്ങളുടെ അധരത്തിലും പടർന്നു പിടിച്ചിട്ടുണ്ട്. എന്നാൽ നീ എൻ്റെ അധരത്തിന് കാവൽ ഏർപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ അധരത്തിന് നീ കാവൽ ഏർപ്പെടുത്തണമേ. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം. കഴിഞ്ഞ കാലങ്ങളിൽ നാവിലൂടെ വന്ന എല്ലാ മോശവാക്കുകൾക്കും ശാപവാക്കുകൾക്കും കർത്താവിൻ്റെ അടുത്ത് ഈ മണിക്കൂറിൽ നമുക്ക് മാപ്പ് ചോദിക്കാം. ബാലാമിൻ്റെ അധരത്തിൽ വചനം നിക്ഷേപിച്ചു വെച്ചതുപോലെ ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ കർത്താവെ അനുഗ്രഹവാക്ക് നീ നിക്ഷേപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ബന്ധങ്ങളിലും ജീവിതങ്ങളിലും സൗഹൃദങ്ങളിലും കുടുംബത്തിലൊക്കെ അനുഗ്രഹിച്ചു പറയാൻ, ശപിച്ച് തള്ളി അല്ലെങ്കിൽ മോശപ്പെട്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി സംസാരിക്കാതെ അനുഗ്രഹിച്ചു പറയാനുള്ള ഒരു അഭിഷേകം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് സുഭാഷിതം 21:23, കർത്താവേ, എൻ്റെ അധരത്തെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. എൻ്റെ നാവിനെയും അധരത്തെയും സൂക്ഷിക്കാനുള്ള അഭിഷേകം തരണമേന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ സറാഫുകളിലൊന്ന് തീക്കനലെടുത്ത് യെശയ്യാ പ്രവാചകന്റെ അധരത്തെ സ്പർശിച്ചിട്ട് പറഞ്ഞു, നിന്റെ അധരത്തിൻ്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്നോളം എൻ്റെ നാവ് കൊണ്ട് കർത്താവേ, നിന്നെ സ്തുതിയും നിന്റെ നീതിയും പ്രഘോഷിക്കാൻ രാവും പകലും ആഘോഷിക്കാൻ നീ തന്ന നാവ്, ഇത് എൻ്റെതായ ഇഷ്ടത്തിനും എൻ്റെതായ ആഗ്രഹങ്ങൾക്കും എൻ്റെതായുള്ള സുഖങ്ങൾക്കും ബന്ധങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ഉപയോഗിച്ചു. നിന്റെ ഇഷ്ടത്തെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മാപ്പ് ചോദിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാവ് ഇനി വിശുദ്ധിയോടെ ഉപയോഗിക്കാനുള്ള അഭിഷേകം തരണമെന്ന്. യെശയ്യാ പ്രവാചകന്റെ അധരത്തിൽ സറാഫുകൾ തീക്കനലെടുത്ത് സ്പർശിച്ചത് മാലിന്യം നീക്കിയതുപോലെ കർത്താവെ, നിന്റെ അധരം കൊണ്ട് സ്പർശിച്ച് എൻ്റെ അധരത്തിൻ്റെ മാലിന്യത്തെ നീക്കി തരണമെന്ന് പ്രാർത്ഥിക്കാം. ഇനി മുതൽ അനുഗ്രഹിച്ച് സംസാരിക്കാൻ, മറ്റുള്ളവർ അനുഗ്രഹിച്ച് ജീവിക്കാൻ എൻ്റെ നാവിനെ ഒരുക്കണമേ. ഇനി ശാപമായതൊന്നും പറയാത്ത വിധത്തിൽ എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ കർത്താവെ, സങ്കീർത്തനം 141:3 ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ അധരത്തിന് കടിഞ്ഞാണിടണമേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധരത്തിന് കാവൽ ഏർപ്പെടുത്തണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, കേട്ട വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കേട്ട വചനത്തിൽ ജീവിക്കാനുള്ള അഭിഷേകം ഓരോ മക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.